ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി വോട്ടർമാർക്ക് വിതരണം ചെയ്യുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്നതിനെക്കുറിച്ചും വോട്ട് സംബന്ധിച്ചുമുള്ള സംശയങ്ങൾക്കുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ. വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക. ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വിവാഹശേഷം ഭർത്താവിൻ്റെ വീട്ടിലാണ് വോട്ട്. 2002 വോട്ടുണ്ടായിരുന്നില്ല. SIRൽ എന്തു ചെയ്യണം? 2025 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഫോം ലഭിക്കും. ഫോമിൻ്റെ A ഭാഗവും C ഭാഗങ്ങളുമാണ് പൂരിപ്പിക്കേണ്ടത്. 2002 നിങ്ങളുടെ അച്ഛൻ, അമ്മ, അവരുടെ മാതാപിതാക്കൾ തുടങ്ങിയവരിൽ ആർക്കെങ്കിലും വോട്ടുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ അച്ഛൻ്റെ പേരുണ്ടെങ്കിൽ ബന്ധുവിൻ്റെ കോളത്തിൽ, അതായത് C ഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് നൽകാം. നിങ്ങളിപ്പോൾ താമസിക്കുന്ന മണ്ഡലത്തിലല്ല അന്ന് അച്ഛന് വോട്ടുള്ളതെങ്കിലും പ്രശ്നമില്ല. C ഭാഗം പൂരിപ്പിക്കുമ്പോൾ വോട്ടറുടെ പേരിന് നേരെ അച്ഛൻ്റെ പേരും ബന്ധു വന്ന കോളത്തിൽ 2002 പട്ടികയിൽ അച്ഛൻ്റെ ബന്ധുവായി ആരെയാണോ വെച്ചിരിക്കുന്നത് ആ പേരും നൽകുക. മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പർ തുടങ്ങിയവ പൂരിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ഛൻ 2002 വോട്ടറായിരുന്ന മണ്ഡലത്തിൻ്റെ പേരും വിവരങ്ങളുമാണ് നൽകേണ്ടത്. ഫോമിൻ്റെ ആദ്യ ഭാഗം A പൂരിപ്പിക്കുമ്പോൾ നൽകേണ്ടത് ഇപ്പോഴുള്ള വിവരങ്ങളാണ്, 2002 അല്ല. 2002 എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു വോട്ട്. വിവാഹശേഷം വോട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മാറ്റി. എന്തു ചെയ്യണം? 2025 പട്ടികയിൽ വോട്ടുണ്ടെങ്കിൽ ഫോം ഭർത്താവിൻ്റെ വീട്ടിലെത്തും. ഫോമിൻ്റെ A ഭാഗവും B ഭാഗവുമാണ് പൂരിപ്പിക്കേണ്ടത്. 2002 പട്ടികയിൽ നിങ്ങളുടെ പേര്, വോട്ടർ ID നമ്പർ, മണ്ഡലത്തിൻ്റെ പേര്, അന്ന് പട്ടികയിലുള്ള ബന്ധുവിൻ്റെ പേര് തുടങ്ങിയവയാണ് നൽകേണ്ടത്. മറ്റൊരു മണ്ഡലമാണെങ്കിലും പ്രശ്നമില്ല. സ്വന്തം വീട്ടിലെ വോട്ട് വിവാഹശേഷം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മാറ്റിയില്ല. ഫോം കിട്ടുമോ? സ്വന്തം വീട്ടിൽ ഇപ്പോഴും വോട്ടുണ്ടോ എന്ന് 2025 പട്ടികയിൽ പരിശോധിക്കാം. ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിലായിരിക്കും ഫോം വരിക. അത് മുകളിൽ പറഞ്ഞതുപോലെ പൂരിപ്പിച്ച് നൽകാം. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മാറ്റണമെങ്കിൽ ഫോം 8 പൂരിപ്പിച്ച് നൽകാം. ഓൺലൈനായിട്ട് ചെയ്യേണ്ടതാണത്. voters.eci.gov.in എന്ന വെബ്സൈറ്റിൽ കയറി ചെയ്യാം. 2002 പട്ടികയിൽ പേരുണ്ടായിരുന്നു, 2025 പേരില്ല. എന്ത് ചെയ്യണം? 2025 പട്ടികയിൽ പേരുള്ളവർക്കാണ് അതിൽ പറയുന്ന വിലാസത്തിൽ ഫോമുകൾ നൽകുന്നത്. നിങ്ങൾക്ക് ഫോം 6 പൂരിപ്പിച്ച് നൽകി പുതിയ വോട്ടറാകാം. ഈ ചോദ്യങ്ങൾ എത്രയോ കമൻറ്റ് ബോക്സിൽ വന്നതാണ്, അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോം 6 പൂരിപ്പിച്ച് നൽകി പുതിയ വോട്ടറാകാം. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയാണോ നോക്കേണ്ടത്? അല്ല. ലോക്സഭാ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ CEO തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയിൽ മാത്രമാണ് SIR നടക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പട്ടികയ്ക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല. അതിലെ വിവരങ്ങൾ ID അടക്കം എന്യൂമറേഷൻ ഫോമിൽ എഴുതരുത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ടുണ്ട്, ഫോം ലഭിക്കുമോ? തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടെന്ന് കരുതി ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ തയ്യാറാക്കുന്ന പട്ടികയിൽ നിങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പ് പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും ലോക്സഭാ, നിയമസഭാ പട്ടിക കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് തയ്യാറാക്കുന്നത്. electoral.search.eci.gov.in എന്ന സൈറ്റിൽ പോയാണ് പരിശോധിക്കേണ്ടത്, വോട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. ഫോം പൂരിപ്പിക്കേണ്ടത് ഏത് ഭാഷയിലാണ്? ഭാഷ സംബന്ധിച്ച് നിബന്ധനയില്ല. മലയാളമായാൽ നല്ലതെന്നാണ് അധികൃതർ പറഞ്ഞത്. ഇംഗ്ലീഷിൽ ഫോം പൂരിപ്പിച്ചാലും സ്വീകരിക്കും. ഇംഗ്ലീഷ് ആയാലും BLO മലയാളത്തിലായിരിക്കും ഡാറ്റ എൻട്രി നടത്തുന്നത്. 2002 ഞാൻ മറ്റൊരു ജില്ലയിലായിരുന്നു, അവിടെയാണോ ഫോം ലഭിക്കുക? അല്ല. 2025 പട്ടികയിൽ നിങ്ങളുടെ വിലാസം ഏതാണോ അവിടെയാണ് ഫോം ലഭിക്കുക. ഈ ഒരു ചോദ്യം എത്രയോ കമൻറ്റ് വന്നതാണ്, അവർ ശ്രദ്ധിക്കുക. 2002 നിങ്ങളുടെ വോട്ട് എവിടെയായാലും അത് ഫോം പൂരിപ്പിക്കുമ്പോൾ പൂരിപ്പിച്ചാൽ മതി.